ആനിമൽ രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ദിനേശൻ ഒരിക്കൽ കൂടെ ശബ്ദം വെച്ചതേ ഓർമ്മയുള്ളൂ. തൊട്ടടുത്ത നിമിഷം ജിതിന്റെ കൈയൊന്ന് ഉയർന്നു പൊങ്ങിയിരുന്നു. പടക്കം പൊട്ടും പോലെ ഒരടി. ചെറിയ അടിയൊന്നുമല്ല. ആ ഒരൊറ്റടിയിൽ ബോധം മറിഞ്ഞ് ദിനേശൻ താഴെ വീണു. മോർ സംഘം ഞെട്ടിപ്പോയി. ഒപ്പം ഹരിയും. പറഞ്ഞ കേൾക്കാത്ത ചീത്ത കുട്ടികളാ. ജിതിൻ കുഴഞ്ഞ ശബ്ദത്തോടെ ദിനേശനെ നോക്കി പറഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് മുട്ടിലിരുന്നു. ദിനേശൻ അനങ്ങുന്നില്ലെന്ന് കാണെ ജിതിന്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു വന്നു. യോ ഗുഡ് ബോയ്. ഇപ്പൊ ഗുഡ് ബോയ് ആയിട്ട് അടങ്ങി കിടക്കുന്നുണ്ടല്ലോ. ജിതിൻ ദിനേശന്റെ കവളിൽ 12 തട്ട് തട്ടി. അച്ഛാ. കാർത്തു കരച്ചിലോടെ മുമ്പോട്ട് ഓടി വന്നു. പൊടുന്നനെ ജിതിൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. ദേ മോളെ, ഒരടി കൂടെ വെച്ച് കഴിഞ്ഞാലേ മോളെ ഇതുപോലെ ഗുഡ് ഗേളാക്കി ഉറക്കി കിടത്തും ഞാൻ. അവന്റെ ആ വികൃതമായ ചിരിയോടുള്ള ആ പറച്ചിലിൽ കാർത്തു തറഞ്ഞിന്ന് പോയി. കണ്ണുകൾ മേൽപോട്ട് മറിച്ചുകൊണ്ടുള്ള അവന്റെ ആ ചിരി പേടിയാവുന്നു. അതിലും ഭേദം ഇവൻ ഒച്ചെടുക്കുന്നതാണെന്ന് തോന്നി കാർത്തുവിന്. തലയൊന്ന് ചെരിച്ച് തറഞ്ഞേൽക്കുന്ന പാറുവിനെ നോക്കി അവൻ ഒന്നുകൂടെ ചിരിച്ചു. ആ ചിരി പക്രുഭയത്തോടെ പാറുവിനെ അള്ളിപ്പിടിച്ചു. ജിതിൻ, എന്താണ് ഇത്? ഹരി ഒരു നിമിഷം സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് വെപ്രാളത്തോടെ ജിതിനെ നോക്കി. ജിതിൻ ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി. നീ ഇങ്ങനെ ശബ്ദം വെക്കില്ല ഹരി. ഇനിയും ശബ്ദം വെച്ച് ഇങ്ങനെ ഉണർന്നാ ഇനി എനിക്കിങ്ങനെ ഉറക്കേണ്ടി വരും. ഹരി ഉമിനീരിറക്കി നിന്നുപോയി. നീങ്ങ് കയറി വാ ഹരി. ജിതിൻ ഹരിയുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് അങ്ങ് വലിച്ചു കയറ്റി. ഒപ്പം വാതിൽ വലിച്ചടക്കുകയും ചെയ്തു. പുറത്ത് അന്നേരം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മൗനം തളം കെട്ടി നിന്നു ആ മുറിക്കകം. എല്ലാവരെയും ഓരോ മൂലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് ജിതിൻ. ഇതെല്ലാം ഹരി എതിർത്തപ്പോൾ ഹരിയെയും കൂട്ടിക്കെട്ടി. കാർത്തു തലയിരിച്ച് ഹരിയെ നോക്കി കണ്ണുരുട്ടി. വല്ല ആവശ്യമുണ്ടായിരുന്ന ദ്രോഹി എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം എന്ന് ഹരിക്ക് എളുപ്പം പിടികിട്ടി. ഇങ്ങനെ ഒരു 8ന്റെ പണി കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹരി ഈ പണിക്ക് വരില്ലായിരുന്നു. ജിതിൻ നടുവിൽ ചമ്രം പടിഞ്ഞിരിപ്പാണ്. എന്നാൽ വെറുതെ അങ്ങ് ഇരിപ്പാണ്. അതുമില്ല. അപ്പൊ തുടങ്ങിയതാണ് അവന്റെ പാട്ട് കച്ചേരി. പാറു പിണങ്ങുമ്പോൾ അവൻ പിണക്കം മാറ്റിയിരുന്ന പാട്ടുപാടി കൊടുത്തായിരുന്നത്രേ. ഇപ്പോഴും അതുപോലെ പാട്ടുപാടി പാറുവിന്റെ പിണക്കം മാറ്റാൻ നോക്കിയാണ് അവൻ. ശാസ്ത്രീയ സംഗീതം മുതൽ റാപ്പ് സോങ് വരെ ജിതിൻ പാടിക്കഴിഞ്ഞു. ഹരി തന്റെ തൊട്ടടുത്തിരിക്കുന്ന പാറുവിനൊന്ന് ഇടം കണ്ണിട്ട് നോക്കി. അവളൊരു ഭാവമാറ്റം ഇല്ലാതെ അവനെ തന്നെ നോക്കിയിരിപ്പാണ്. ഇതിലും വലുതൊക്കെ അവൾ കണ്ടു കഴിഞ്ഞതാണെന്ന് ആ മുഖത്തെ നിസ്സംഗതയിൽ നിന്ന് വായിച്ചെടുക്കാം. എന്റെ പൊന്നു പെങ്ങള്, നിനക്കിതിന് കുറച്ച് വിഷമോ മറ്റോ വെച്ച് കൊല്ലായിരുന്നില്ലേ? ഹരി പിടിവിട്ട് ചോദിച്ചു പോയി. ദിനേശൻ അപ്പോഴേക്കും മയക്കം വിട്ട് ഉണർന്നിരുന്നു. പക്ഷേ ജിതിന്റെ കയ്യിൽ നിന്ന് ഇനി ഒരു അടി കൂടി ഇരുന്ന് വാങ്ങാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് മൂപ്പര് നാവടക്കി ഒതുക്കി വെച്ച് ഇരിപ്പാണ്. തലക്ക് വെളിവില്ലാത്തവനാണ്. ചിലപ്പോൾ കൊല്ലാനും മടിക്കലും ദിനേശൻ ഊഹിച്ചെടുത്തിരുന്നു. എന്റെ ദൈവമേ, എന്നോട് ഇവനിങ്ങനെ പെരുമാറാൻ മാത്രം ഞാനെന്ത് തെറ്റെയ്തു? ഹരി പിറിവിറുത്തു പോയി. കിട്ടുന്നതിൽ അതിശയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇൻഡിക്കേറ്റർ കാണിക്കായിരുന്നല്ലോ. എനിക്ക് തല്ലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തു ഹരിയെ നോക്കി പല്ലുകറുമി. ആരെങ്കിലും വന്ന് തങ്ങളെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിലെന്ന് ഹരി അങ്ങ് ചിന്തിച്ചു പോയി. അതങ്ങ് ചിന്തിച്ച് മുഴുവനാക്കും മുമ്പേ സ്വന്തം പാട്ടിൽ ലയിച്ചിരുന്ന ജിതിൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അവന്റെ മുഖത്തെ വികൃതമായൊരു ചിരി വന്ന് നിറഞ്ഞു. അത് കാണവേ ഹരി ഉമിനീര് വിഴുങ്ങിപ്പോയി. ജിതിൻ ഇരുന്നിരുന്ന് എഴുന്നേൽക്കാതെ മുട്ടുകുത്തി പതിയെ പാറുവിന്റെ അരികിലേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ പടർന്നു പിടിക്കുന്ന കനലിലേക്ക് അവൻ നോക്കി. പാർക്കുട്ടാ മോളെ. ജിതിൻ അവളുടെ മുഖത്തേക്ക് പതിയെ നൂതി. പാറു വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു. പാറുമോളെ, നീ പഴയതിലും സുന്ദരിയായാലോടി ചക്കരെ. അവൻ പാറുവിന്റെ കവളിൽ പതിയെ നുള്ളി വലിച്ചു. പാറുവിന് ദേഹത്ത് പുഴുവരിക്കും പോലെ തോന്നി. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നുക. സ്നേഹിച്ചോട്ടെ ഞാൻ? ജിതിൻ നേരത്തെ സ്വരത്തിൽ ചോദിച്ചു. പാറുവിനെ നെഞ്ചിരിപ്പേറി. ഒരു നാൾ ഓടി രക്ഷപ്പെട്ടു വന്നതാണ് ജിതിന്റെ കയ്യിൽ നിന്ന്. പക്ഷേ വിധി പിന്നെയും ആ മുമ്പിലേക്ക് തന്നെ ഇട്ടുകൊടുത്തേക്കുവാണ്. ആ മൃഗത്തിന് കൊത്തി തിന്നാനുള്ള മാംസകഷ്ണം പോലെ. പാറുവിന് ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. പെട്ടെന്ന് മരിച്ചാൽ മതിയെന്നേയുള്ളൂ അവൾക്ക്. പാറു, ഞാൻ സ്നേഹിച്ചോട്ടെ നിന്നെ? ജിതിൻ അവിടെ കവളികളിൽ വിരലോടിച്ചു. പാറു ഒന്ന് കെട്ടഴിക്കാൻ കുതിരി നോക്കി. പറ്റുന്നില്ല. കൊല്ലയുടെ എന്നെ കൊന്നു തിന്ന്. എന്നാലെങ്കിലും തന്റെ പ്രാന്തൊന്ന് അറങ്ങട്ടെ. അറപ്പ് എനിക്ക് തന്നെ. ലോകത്തുള്ള മറ്റൊന്നിനോട് തോന്നാത്തത്ര അറപ്പ്. പാറു കോപം കൊണ്ട് ജ്വലിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കനൽപ്പൊട്ടുകൾ ചിതറി വീഴുന്നുണ്ടായിരുന്നു. പാറുവിന്റെ വാക്കുകൾ കേൾക്കെ ജിതിന്റെ സ്വരമിടറി. അവന് സങ്കടം വന്നു. നല്ലോണം സങ്കടം വന്നു. വരാതിരിക്കുക പിന്നെ. അവൻ ജീവന തുല്യം സ്നേഹിക്കുന്നവളാണ് അവനോട് ഇത്രയും കടുപ്പമേറിയ കാര്യം പറയുന്നു. ജിതിൻ വാവിട്ട് കരയാൻ തുടങ്ങി. ജിതിൻ ചുറ്റും നോക്കി. ഒരു മൂലയിൽ കണ്ണു മിഴിച്ചിരിക്കുന്ന ഹരിയുടെ അടുത്തേക്ക് അവൻ ഇരുന്നു. ഹരിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഈശ്വരാ, ഹരി മനസ്സിൽ പറഞ്ഞുപോയി. ഹരി, അവൾ എന്നോട് പറയുന്ന കേട്ടില്ലേ? അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലേന്ന് പറ ഹരി, പ്ലീസ്. എന്നോട് പറയില്ലേന്ന് പറ. നിനക്ക് എന്നെ അറിയില്ലേ? ഞാൻ പാവല്ലേ?
ഹേ ഞാൻ പാവല്ലേടാ, ഞാൻ പാവല്ലേ? ജിതിന്റെ കണ്ണുനീർ കൊണ്ട് ഹരിയുടെ ഷോൾഡർ നനഞ്ഞു തുടങ്ങിയിരുന്നു. എനിക്ക് ഇപ്പോഴാ നിന്നെ ശരിക്കും മനസ്സിലായത്. ഹരി മനസ്സിൽ പിറുവിറുത്തു പോയി. ജിതിൻ മുഖമുയർത്തി ഹരിയെ നോക്കി. കുന്തം വിഴുങ്ങിയപ്പോൾ അവന്റെ അരിപ്പ് കണ്ടപ്പോൾ ജിതിന് ദേഷ്യം വന്നു. നീ എന്താണ് ഒന്നും മിണ്ടാത്തെ? പഴം വിഴുങ്ങിയ പോലെ ഇരിക്കാതെ അവളെ പറഞ്ഞു മനസ്സിലാക്ക്. പറയുന്നതിനൊപ്പം ജിതിൻ കൈ നീട്ടി ഹരിക്കൊന്ന് കൊടുത്തിരുന്നു. ഹരിയുടെ തല തരിച്ചുപോയി. ചെവിക്കകത്ത് വണ്ട് മൂളും പോലെ. എന്താണെന്ന് അറി, നിനക്കിപ്പന്നെ വേണ്ടേ? നീ ഇവിടെ കൂടെ കൂടിയോ? പറഞ്ഞു തീരും മുമ്പേ കാറ്റ് പോലെ ജിതിൻ അവിടുന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി. ഒപ്പം അടുക്കളയുടെ മൂലയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്തു വരുത്തി ഹരിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അത് ഹരിയുടെ തല ലക്ഷ്യം വെച്ച് അവൻ ഇടുന്നതിന് മുമ്പേ ഹരി ഉൾപ്പെടെ എല്ലാവരും ഉറക്കി അലറിപ്പോയി. 1-2 നിമിഷം എല്ലാവരും കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു പോയി. ആദ്യം കണ്ണു തുറന്ന ഹരിയാണ്. തന്റെ ഹൃദയം മിടിച്ച് മിടിച്ചിപ്പോൾ പൊട്ടുമെന്ന് തോന്നി ഹരിക്ക്. അഡ്രിനാലിലെല്ലാം ലോഡ് കണക്കിനാണ് ശരീരത്തിൽ വന്ന് നിറയുന്നതെന്ന് തോന്നിപ്പോയി ഹരിക്ക്. ഹരിക്ക് ഇതച്ചുകൊണ്ട് ജിതിനെ നോക്കി. ഇപ്പോഴും സിലിണ്ടറും പൊക്കി പിടിച്ച് നിൽപ്പാണ്. ഒപ്പം ആളെ കൊല്ലുന്ന അവന്റെ ആ ചിരിയും ആ മുഖത്തൊന്നും മാഞ്ഞിട്ടില്ല. ജിതിനെ, ഹരിയുടെ സ്വരമിടറി. പറഞ്ഞു മനസ്സിലാക്കണ അവളെ. ജിതിൻ ഹരിയെ നോക്കി കണ്ണുരുട്ടി. ഹരി പാറുവിനെ തിരിഞ്ഞു നോക്കി. ജിതിൻ പിന്നെയും അലറി. പാറു, നീ ജിതിനോട് ഇങ്ങനൊന്നും പറയല്ലേ, പാപം കിട്ടും. നിന്നെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ അവന് ജീവനാ. ഹരി സ്വയം ജീവരക്ഷണമെന്നൊരു ലക്ഷ്യത്തോടെ പറഞ്ഞുപോയി. പാറുവിന് ഹരിയോട് പാവം തോന്നിപ്പോയി. കേട്ടോ പാറു, ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറുന്നൊക്കെ ബാഡ് ഹാബിറ്റ് അല്ലേ? ജിതിൻ പിന്നെയും കുഞ്ഞുകുട്ടിയായി. അവൻ കയ്യിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ താഴെ വെച്ചു. എന്തുക്കാനായതിന്? ഇത് നിന്റെ തലയിൽ വീണിരുന്നെങ്കിൽ തല പൊട്ടിച്ചിതറിയനെ ഹരി. എന്തോ തമാശ പറയും മട്ടിൽ ജിതിൻ അങ്ങ് ചിരിച്ചു തുടങ്ങി. പിന്നെ ഇരുന്നു ഉരുണ്ടും കിടന്നൊക്കെ അവൻ ആ തമാശ ഓർത്ത് പൊട്ടി പൊട്ടി ചിരിച്ചു. അങ്ങനെ ചിരിച്ചിരിച്ച് മറിയുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ജിതിൻ ചിരിയും നിർത്തി. അതിനൊപ്പം തന്നെ ആ 5 പേരും ശ്വാസം അടക്കി പിടിച്ചിരുന്നു പോയി. അടുത്തത് അവൻ എന്ത് ചെയ്യും, എങ്ങനെ പെരുമാറിയെന്നൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. ജിതിൻ മുഖമുയർത്തി തല മാത്രം ഒന്ന് ചുറ്റിച്ച് എല്ലാവരെയും നോക്കി. പിന്നെ പാറുവിന്റെ അടുത്തേക്ക് ഇരുന്നു. നിന്റെ മനസ്സിൽ എന്നോടൊരു തരി പോലും ഇഷ്ടമല്ലേ പാറു? ജിതിൻ പിന്നെയും ചോദിച്ചു. ഇവരെ വെറുതെ വിട് ജിതിൻ, നമ്മൾ തമ്മിൽ തീർത്താ പോരെ? പാറു അമർഷത്തോടെ ശബ്ദമുയർത്തി ചോദിക്കവേ ജിതിൻ അവളുടെ കവിളിലങ്ങ് കുത്തിപ്പിടിച്ചു. ഏയ് അധികം ഒച്ചെടുക്കലട പാറുകൂട്ട, തൊണ്ടവേദന എടുക്കും, പതുക്കെ. ജിതിന്റെ സ്വരത്തിൽ പരിഹാസം തിങ്ങി നിറഞ്ഞു നിന്നു. പാറു മുഖം വെട്ടിച്ച് നോക്കി. പക്ഷെ ആ പിടിയായിരുന്നില്ല. അതിങ്ങനെ മുറുകി വരികയാണ്. അവന്റെ ഉള്ളിലെ മൃഗം പൂർണ്ണമായും ഉണർന്നു എന്ന് പാറുവിന് തോന്നി. നിന്റെ മനസ്സിലിപ്പം ഞാനില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ പാറു? ഞാൻ നിനക്ക് തന്ന സ്നേഹവും പ്രണയമെല്ലാം നീ മറന്നുപോയതുകൊണ്ടാ. നമുക്കതൊക്കെ ഒന്ന് ഓർത്തെടുത്താലോ? ഞാനൊന്നുകൂടെ നിന്നെ അങ്ങ് സ്നേഹിക്കട്ടെ. അന്നേരം നിനക്ക് എന്നോട് പിന്നെയും സ്നേഹം തോന്നിയാലോ? ചോദിക്കുന്നതിനൊപ്പം ജിതിൻ കൈകളയച്ചു. അതിനോടൊപ്പം ജിതിൻ അവളുടെ നെഞ്ചിന് കുറുകെ കിടന്നിരുന്ന സാരി അല്പം താഴ്ത്തി. ജിതിൻ! ഹരി അവനെ തടയാനെന്നോട് അലറി. പാറു കണ്ണുകൾ ഇറുക്കെ പൂട്ടി. ജിതിന്റെ കണ്ണുകൾ ആ വെളുത്ത മീനയിലെ കറുത്തടയാളങ്ങളിൽ പാഞ്ഞു നടന്നു. അതൊക്കെ കാണെ പാറുവിനൊപ്പം അവൻ ചെലവഴിച്ച നിമിഷങ്ങൾ ഓർമ്മ വന്നു ജിതിന്. ആറിൽ വികാരങ്ങൾ വന്ന് നിറഞ്ഞു. പാറുവിന് നഷ്ടപ്പെട്ട അന്നു മുതൽ തണുത്തുറഞ്ഞു പോയ അതേ വികാരങ്ങൾ. അടക്കാൻ കഴിയാത്ത കാമം അവന്റെ കണ്ണുകളിൽ കത്തിയെരിയുന്ന പാറു കണ്ടു. പാറുവിന്റെ മുഖത്ത് ഭയന്നെഴിച്ചു. കൂടി വരുന്ന അവന്റെ ശരീരത്തിൽ ലൈംഗിക ഹോർമോണുകളെ അവൻ തൃപ്തിപ്പെടുത്തുക തന്നെ വേദനിപ്പിച്ചുകൊണ്ടാണെന്ന് പാറു ഓർത്തു. ജിതിൻ ഞൊടിയിടയിൽ പാറുവിന്റെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. സ്നേഹിച്ചോട്ടെ, സ്നേഹിച്ചോട്ടെ. ഞാൻ സ്നേഹിച്ചാ നീ കരയോ? പ്ലീസ് ഉറക്കെ കരയോ? പാറു എന്തെങ്കിലും ഒന്ന് മറുപടി പറയും മുമ്പേ അവൻ ആ തിണ്ണയിൽ നിന്ന് ലൈറ്റ് എടുത്തിരുന്നു. ഹരി, സിഗരറ്റ് ഉണ്ടോ? വികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വിറയുന്ന സ്വരത്തിൽ ജിതിൻ ചോദിച്ചു. ഹരി വിലങ്ങനെ തലയാട്ടി. പക്ഷെ അപ്പോഴേക്കും ജിതിൻ അവന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. നോണ പറഞ്ഞ് ഇനിയും തല്ല് വാങ്ങില്ല ഹരി. നീ എന്റെ അത്രയും അടുത്ത ഫ്രണ്ടല്ലേ. നിന്നെ ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ എനിക്കൊരു താല്പര്യമില്ല ഹരി. ജിതിൻ പയ്യെ പറയുന്നതിനൊപ്പം ചുണ്ടിലേക്ക് ആ സിഗരറ്റ് കൂടെ വെച്ച് കത്തിച്ചു കഴിഞ്ഞിരുന്നു. അതിന്റെ പുകച്ചിരുളുകൾ അവൻ പാറുവിന്റെ മുഖത്തേക്ക് ഊതി. ഒപ്പം അവൻ അടുത്ത പുകയെടുത്തു. ജിതിൻ വലിച്ച ശീലമില്ലാത്ത പോലെ ചുമക്കുന്നുണ്ടായിരുന്നു. നീ പോയത് പിന്നെ വലിച്ചിട്ടില്ലടി, അതിന്റെ ആവശ്യവും പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ. ജിതിന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. അല്ലെങ്കിൽ ഇതത്ര നല്ലതല്ല ഹരി. സ്ഥിരം വലിച്ചാലേ ഇതൊക്കെ വലിയ അസുഖങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതേപോലെ പാറുവിന്റെ കൂടെയുള്ള ചില പ്രത്യേക അവസരത്തിൽ മാത്രമേ ഞാൻ വലിക്കാറുള്ളൂ. ജിതിൻ ആ നേരത്തും പുകവലിയുടെ മോശം വശങ്ങളെ കുറിച്ച് ആത്മമിത്രത്തെ ബോധവൽക്കരിക്കാനും മറന്നില്ല. നിനക്ക് ഇപ്പോഴുള്ളതിലും വലിയൊരു അസുഖമൊന്നും ഇനി വരാറില്ലട നാറി. ഹരി ഉള്ളിൽ പിറുവിറുത്തു. ജിതിൻ എല്ലാവരെയും മാറി മാറിയും നോക്കി. ഞാനൊരു കാര്യം കാണിച്ചിരട്ടെ? നല്ല രസാ.
പറയുന്നതിനൊപ്പം ജിതിൻ തന്റെ കയ്യിൽ നിന്ന് സിഗരറ്റിന്റെ പുകയുന്ന ഭാഗം പാറുവിന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചിരുന്നു. ഈ ചേച്ചി പക്രവും കാർത്തു ഉറക്കെ കരഞ്ഞുപോയി. ദിനേശൻ കേട്ടാറക്കുന്ന ഒരു തെറിയോടെ ജിതിന് നേരെ മുരണ്ടു. പക്ഷെ പാറു മാത്രം അനങ്ങിയില്ല. അവൾ വാവിട്ട് കരഞ്ഞില്ല. വേദന കടിച്ചമർത്തി അങ്ങനെ ഇരുന്നു. ജിതിൻ മറ്റുള്ളവരുടെ ആക്രോശങ്ങൾക്കിടയിലും തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ആ സിഗരറ്റ് ചാരമാവുന്നവരെ അവൻ ആ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തി. ഇടയ്ക്കെപ്പോഴും അവൻ ആ സിഗരറ്റ് ഊറ്റി വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ കൈ നീട്ടിപ്പിടിച്ചു. ആ കരിഞ്ഞ മാംസത്തിന്റെ മണം പിടിച്ചു തുടങ്ങി. മനുഷ്യനല്ല, മൃഗമായവൻ, മൃഗം, ഹരിയുള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരെയും അവനിന്ന് അവിടെ ഇട്ട് കൊന്നു തിന്നു. ഈ നേരെപ്പോഴോ നിരഞ്ജന ഉറക്കമുണർന്നിരുന്നു. യൂണിഫോം പോലൊന്നും മാറ്റാതെ ഷൂസ് പോലും ഊരാതെ അടിച്ചിരിഞ്ഞങ്ങനെ കിടന്നുറങ്ങിപ്പോയതാണ് ഭവാൻ. സാധാരണ ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നല്ല തളർച്ചയുണ്ട് നിരഞ്ജന്. അവൻ ആടി ആടി ബാത്റൂമിൽ കയറി തലവഴി ഒരു ബക്കറ്റ് വെള്ളവും എടുത്തൊഴിച്ച് ഡ്രസ്സെല്ലാം മാറി വന്നപ്പോൾ തന്നെ തലക്കകത്ത് കനം കുറഞ്ഞ പോലെ തോന്നി. കിടക്കുന്നതിന് മുമ്പ് വെറുതെ ആ മേശപ്പുറത്തിരിക്കുന്ന ഫോണിൽ എടുത്തു നോക്കിയ നിരഞ്ജന്റെ കണ്ണുകളൊന്ന് കുറുകി. പാറുവിന്റെ മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ട് അതിൽ. നിരഞ്ജന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു പരവേശം. കുടിച്ച കള്ളൊക്കെ ആവിയായി പോയി. അവൻ വേഗത്തിൽ പാറുവിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. ഇന്നേരം ജിതിൻ മേശപ്പുറത്ത് നിരത്തി വെച്ച് അത്തപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കുന്ന ഫോണുകളിൽ ഒന്ന് ബെല്ലടിക്കുന്നയാൾക്ക് ജിതിനും തിരിഞ്ഞു നോക്കി. അവന് നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവൻ ആ ഫോൺ അതിൽ നിന്ന് തപ്പിയെടുത്തു. നിരഞ്ജൻ സാർ. ആ പേര് വായിക്കുന്നതിനൊപ്പം ജിതിന്റെ ചുണ്ടൊന്ന് കൂടി. അവനും കൂടി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കോളം തികക്കാമായിരുന്നു എന്ന് ഓർത്തുപോയി ജിതിൻ തലയരിച്ചുകൊണ്ട് പാറുവിനെ നോക്കി. വിളറി വെളുത്തിരിപ്പാണ് അവൾ. നിരഞ്ജൻ എന്ന പേര് കേട്ടപ്പോൾ മുതൽ ഇതുവരെ ഇല്ലാത്ത ഭയമാണ് ആ കണ്ണുകളിൽ. ജിതിൻ പാറുവിന്റെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവിടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എന്തു പറ്റി? നിരഞ്ജന ഞാൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ജിതിൻ അവളുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പാറൊന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ഓ, അപ്പൊ അവന് നൊന്താ നിനക്ക് നോവും അല്ലേ? അവനെ തൊട്ടാ നിനക്ക് പൊള്ളുവല്ലേ? അവൻ ചത്തു മറിച്ച് കിടന്നാ നീ കരയോ അല്ലേ? ജിതിൻ ചോദ്യങ്ങൾക്ക് മീതെ ചോദ്യങ്ങൾ തീർത്തു. അപ്പൊ എനിക്കൊന്നെന്താ നീ കരയില്ലേ? ഞാൻ ചത്ത നീ കരയില്ലേ? ജിതിൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുരണ്ടു. ഞാനല്ലേ നിന്നെ കൂടുതൽ സ്നേഹിച്ച്, ഞാനല്ലേ നിന്നെ ജീവനെ പോലെ കൊണ്ടുനടന്നേ. നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയാലെന്ന് കരുതിയല്ലേ ഞാൻ നമ്മുടെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കിയേ. എന്നെ പോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയൂ, അല്ലാതെ ഒരു നിരഞ്ജനെ കൊണ്ടും പറ്റില്ല. ജിതിൻ പിന്നെയും പിന്നെയും പുലമ്പി. പാറുവിന് നിമിഷം തന്റെ കുഞ്ഞിനെ ഓർമ്മ വന്നു. മാസങ്ങളോളം കഴിഞ്ഞ് കയ്യിൽ കിട്ടിയ ആ ജീവനില്ലാത്ത കുഞ്ഞു പുഷ്പത്തെ കുറിച്ച് ഓർക്കെ അവൾ ഉറക്കെ കരഞ്ഞു. അവളൻ കരഞ്ഞു തുടങ്ങിയപ്പോൾ ജിതിനും സങ്കടമായി. ചില നേരങ്ങളിൽ അവൾ കരയുന്നവന് ഇഷ്ടമാണ്, പക്ഷെ ചില നേരങ്ങളിൽ അവന് സങ്കടം വരും. ഇതുപോലെ അയ്യോ എന്റെ പൊന്നിനെ കരയുന്നത് ജിതുടെ ശബ്ദം വെച്ചോണ്ടാണോ? എനിക്ക് ദേഷ്യം വന്നു പോയിട്ടല്ലേ മോളെ, അതുകൊണ്ടല്ലേ? സോറി മോളെ. ജിത്തു അവളുടെ നെറുകിൽ പതിയെ തലോടി നെറ്റിയിൽ ഉമ്മ വെച്ച് മുടിയിൽ തഴി ആശ്വസിപ്പിച്ചു. ഇതൊക്കെ കണ്ട് ദേഹം തളം തുടങ്ങിയ ഹരി ഒരു വശത്തേക്ക് ചാരി കിടന്നുപോയി. അന്നേരം ജിതിൻ തലയിരിച്ച് അവനെ നോക്കി. ക്ഷീണിച്ചോ ഹരി? ജിതിൻ ആർദ്രമായി ചോദിച്ചു. ഹരി വിലങ്ങനെ തലയാട്ടി. അങ്ങനെ പടിഞ്ഞാറോട്ട് കാല് നീട്ടി കടക്കില്ലേ ഹരി, ദോഷവാ. ജിതിൻ പറയവേ ഹരി പിന്നെ എഴുന്നേറ്റിരുന്ന ഒരു വിധം. ഇനി ആ ദോഷം കൂടെ താങ്ങാനുള്ള കെൽപ്പ് അവന്റെ ബോഡിക്ക് ഇല്ലായിരുന്നു. വിശക്കുന്നുണ്ട് എല്ലാവർക്കും? ജിതിൻ എല്ലാവരെയും മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ദൈവമേ, ഇത് എന്തു തരം ജീവി, ഇതും കൂടെ കഴിഞ്ഞ വംശനാശം എന്ന് കാരണവര് മനസ്സിൽ ചിന്തിച്ചു പോയി. ഞാൻ ഭക്ഷണം വാരി തരട്ടെ എല്ലാവർക്കും? ജിതിൻ ആ മൂലയിൽ നിന്ന് ഫ്രിഡ്ജ് തുറന്നു. ചോറിരിപ്പുണ്ട് അതിൽ. ഒന്നും നോക്കാതെ അവൻ ആ ഗ്യാസ് സ്റ്റൗവിലേക്ക് അത് കയറ്റി വെച്ചു. തിളപ്പിച്ച് വാർത്തെടുക്കാന്ന് കരുതി. അതിനിടയിൽ തേങ്ങയും ഉടച്ച് തറയിലൊരു മൂലയിൽ നിന്ന് ചിരവയും വലിച്ചെടുത്തുകൊണ്ട് ജിതിൻ ചമ്മന്തിക്കുള്ള പരിപാടി തുടങ്ങി. ഹരി പാറുവിനൊന്ന് ഏന്തി വലിഞ്ഞു നോക്കി. എന്റെ പൊന്നു പെങ്ങളെ, ഇവന് ശരിക്കും എന്താ അസുഖം? ഹരി പതിയാണ് ചോദിച്ചെങ്കിലും അത് ജിതിൻ കേട്ടിരുന്നു. തേങ്ങ കൊടുക്കാനെടുത്ത വെട്ടുകത്തിയുമായി ജിതിൻ ഞൊടിയിടയിൽ പാഞ്ഞവന്റെ അടുത്തേക്ക് ഓടി അങ്ങ് വന്നു. ആ കാഴ്ചയിൽ ഹരി വിരണ്ടുപോയി. എന്നെ കൊല്ലല്ലേടാ വട്ട എന്നവൻ കരഞ്ഞുപോയി. പാഞ്ഞു വന്ന ജിതിൻ ഒരു നിമിഷം തരിച്ചിന്ന് പോയി. അവന്റെ കയ്യിൽ നിന്ന് ആ കത്തി താഴെ വീണു. ഹരി, നീ എന്നെയാണോ വട്ടാന്ന് വിളിച്ച്? അവിശ്വസനീയമായി ജിതിൻ അവനെ നോക്കി. തന്റെ ആത്മാർത്ഥ സുഹൃത്താണവൻ. എന്നിട്ടും ഹരി അങ്ങനെ തന്നെ വിളിച്ചു എന്നവർക്ക് ജിതിന് സഹിക്കാൻ പറ്റിയില്ല, ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ആ നിലത്ത് കമിഴ് നടിച്ചിരി കിടത്താൻ കിടന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളെ പോലെ അങ്ങ് കരഞ്ഞു. ഒരു 8 മിനിറ്റും 12 സെക്കൻഡും ആ കരച്ചിൽ നീണ്ടു നിന്നു. കൃത്യം 13ാമത്തെ സെക്കൻഡിൽ ജിതിൻ കരച്ചിൽ നിർത്തി ചോറ് തിളച്ചോ എന്ന് നോക്കാൻ പോയി. ഹരി വാവൊളിച്ചിരുന്നു പോയി ജിതിന്റെ ആ പോക്കിൽ. കാർത്ത് ഹരിയെ പതിയെന്ന് വിളിച്ചു. എന്താ?
ഹരി ശബ്ദടക്കിക്കൊണ്ട് ചോദിച്ചു. ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? കാർത്തു ജിതിനെന്താ ചെയ്യുന്നതെന്നൊന്ന് പാളിയും കൂടി ചോദിച്ചു. എങ്ങനെ? ഹരിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. എന്റെ ഒപ്പം നിൽക്കുവോ? ആ നിൽക്കുകയോ ഇരിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. ഈ കണ്ടകശേരി ഒന്ന് ഒഴിപ്പിച്ചു തരാമോ? കാർത്തുവിനെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. ഒഴിപ്പിച്ചു തരാം, എല്ലാവർക്കും രക്ഷപ്പെടുകയും ചെയ്യാം. പക്ഷെ ഒപ്പത്തിനൊപ്പം നിന്നോളണം. ആവശ്യ നേരത്തെ കുന്തവഴിയെ പോലെ ഇരിക്കരുത്, കാർത്തു പറഞ്ഞു. ഹരിക്ക് അവൾ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായില്ലെങ്കിലും അവനങ്ങ് തലയാട്ടി. നിരഞ്ജൻ ദിനേശന്റെ കടക്കുമ്പിലാണ് നിൽക്കുന്നത്. അവിടെ ആകെ ഒരു നിശബ്ദതയാണ്. ഈ സമയത്ത് വന്ന് ശരിയായില്ലേ എന്ന് നിരഞ്ജൻ ആലോചിച്ചു. പക്ഷെ പാറു തന്നെ ഒരു വട്ടം വിളിച്ചാണല്ലോ എന്ന് ഓർത്തു. ഏകദേശം 3 മണി കഴിഞ്ഞാണ്. ഇനി അവിടെ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കണമെന്ന് ആദ്യം ചിന്തിച്ചുവെങ്കിലും പിന്നെ തോന്നി തട്ടി വിളിക്കാമെന്ന്. നിരഞ്ജൻ ആദ്യം പാറുവിനെ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി. ഫോൺ എടുക്കില്ലെന്നാണ് നിരഞ്ജൻ കരുതിയത്. പക്ഷെ മറുപുറം കോൾ കണക്ട് ആയി. ഹലോ പാറു, നിരഞ്ജൻ പതിയെ വിളിച്ചു. നിരഞ്ജാ, എടാ ചക്കരെ, നീ പുറത്തുണ്ടടാ. മഞ്ഞുകൊണ്ട് കഥങ്ങ് കയറി വാ മോനെ. നീട്ടി പിടിച്ചുകൊണ്ടുള്ള ജിതിന്റെ ആ സംസാരത്തിൽ നിരഞ്ജൻ അതിശയിച്ചു പോയി. ഞൊടിയിടയിൽ പാറു പറഞ്ഞ കഥകളിൽ ജിതിന് ഓർമ്മ വന്ന് നിരഞ്ജൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഒന്നും നോക്കാതെ നിരഞ്ജൻ ഒരു 5-6 വട്ടം ആ വാതിൽ അങ്ങ് തട്ടി. ആ തട്ടലിനൊപ്പം തന്നെ വാതിൽ പാതി തുറന്നു. നിരഞ്ജന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ജിതിനെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. നിരഞ്ജനുള്ളിലെ കാഴ്ചയിൽ കണ്ണുമീഴ്ച നിന്നുപോയി. ഒരു വലിയ പാത്രത്തിൽ ചോറ് വിളമ്പി 4-5 എണ്ണത്തിനെ കെട്ടിയിട്ടിരുത്തി ചോറ് വാരി ഊട്ടുകയാണ് ജിതിൻ. വായിൽ ചോറ് നിറച്ച് ഹരി നിരഞ്ജനെ നോക്കി. സാറേ എന്നവൻ കരഞ്ഞു. ആ നിരഞ്ജ, നീ വന്നോ? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോടാ? ഇല്ലെങ്കിൽ വാ, ഞാനിതിന് ചോറെടുക്കാം. ചമ്മതിയുണ്ട്, തേങ്ങാ ചമ്മതി. നിരഞ്ജൻ അലറിക്കൊണ്ട് അവൻ നേരെ പാഞ്ഞെടുത്തു. ഞൊടിയിടയിൽ ജിതിന് ഇരുന്നിടത്തുനിന്നെ തെന്നുമാറിക്കൊണ്ട് നിരഞ്ജന്റെ കാലിൽ പിടിച്ച് ശക്തമായൊരു വലിയങ്ങ് വലിച്ചു. ആ ഒരു ആക്രമണം നിരഞ്ജൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ തെന്നിയടിച്ച് കമിഴ്ന്ന് വീണപാടെ ജിതിൻ തൊട്ടപ്പുറം മാറ്റി വെച്ചിരുന്ന ചിരവെടുത്ത് നിരഞ്ജന്റെ തലക്ക് ആഞ്ഞടിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ